ഞാൻ വർക്ക്ഷോപ്പിൽ നിൽക്കുവാണ്. വണ്ടിക്ക് ഓയിൽ ലീക്കിങ് കണ്ട. യെസ്, ഇവിടെ നിർത്തിക്കൊണ്ട് നയിച്ചത് ഇവനാണ് ആൾ. ഇവിടെ നിന്നാണ് ലീക്ക് വരുന്നത്. ഇത് കറക്റ്റ് ഇങ്ങനെ അല്ല, ഇവിടെ ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു. ആ പീസാണ് പോയത്. എന്തായാലും പുതിയത് മേടിച്ചിട്ടുണ്ട്. അത് നേരെ അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ ആ ലീക്ക് ഓക്കെ ആവും. പിന്നെ ഇവിടുത്തെ ലീക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് തന്നെ മാറിയിട്ടുണ്ട്. സൗണ്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആയതുപോലെ. വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. തുടങ്ങുന്ന സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് തുടങ്ങുമായിരുന്നു. അപ്പം തന്നെ ഓട്ടം വന്ന് കയറി. ചൗക്കോട്ടപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വന്ന് ഓട്ടം കയറിയത്. ആളിപ്പോൾ അവിടെ ഇറക്കിയിട്ട് നേരെ ഇപ്പോൾ പമ്പിലോട്ട് പോവാണ്. പമ്പിൽ ഇപ്പോൾ എണ്ണ അടിച്ചിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ വിശേഷങ്ങൾ ഓരോന്നായിട്ട്, ഇന്നത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു പോകാം. ഓക്കെ, നേരെ ഇപ്പോൾ പമ്പിലോട്ട്. ആദ്യത്തെ പമ്പിൽ പോയി, അവിടെ ഡീസലില്ല. നമുക്ക് രണ്ടാമത്തെ പമ്പിൽ നോക്കാം. തൊട്ടടുത്ത് തന്നെ വേറൊരു പമ്പുണ്ട്, ഇത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന നോക്കട്ടെ, ഇവിടെ എണ്ണ അടിക്കാം. ഡീസൽ 510. ഡീസൽ അടിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് പാലക്കാട് സ്റ്റാൻഡാണ് പോകുന്ന വഴി. എവിടെന്നെങ്കിലും ഓട്ടോ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 510 രൂപ ഡീസൽ അടിച്ചപ്പോൾ തന്നെ ഫുള്ളായി. അപ്പോൾ ഡീസൽ ഉണ്ടായിരുന്നു വണ്ടിയിൽ. എന്താ വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. 2-3 ദിവസം വണ്ടി ഓട്ടോറിക്ഷ ഓടുന്നില്ലായിരുന്നു. എനിക്ക് പുറം പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ ഓടാറുങ്ങുന്നത്. അതുകൊണ്ട് ഡീസൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ 510 രൂപ അടിച്ചപ്പോൾ തന്നെ വണ്ടി കറക്റ്റ് ആ തുളുമ്പി ഡീസൽ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്റ്റാൻഡേർഡിൽ നോക്കി ലക്ഷ്യം വെച്ച് പോവാം. അതെല്ലാം കൊണ്ടിടാം. ഇന്നത്തെ വിശേഷം മൊത്തം കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാം. ചിലപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒരു 15 സെക്കൻഡൊക്കെ ആകുമ്പോൾ നിർത്തിക്കളയുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും അങ്ങോട്ട് പോവാം. സ്റ്റാൻഡിൽ കടവ് ഇട്ടിരിക്കുകയാണ് റോഡിൻ്റെ നടുക്ക്. ഇവിടെ ഷൈജുവും ഷക്കീറും കൂടെ വണ്ടി റോഡിൻ്റെ നടുക്കിട്ടിരിക്കുകയാണ്. പുറകെ വരുന്ന വണ്ടി ഒന്നും കയറ്റി വിടാതിരിക്കാൻ വേണ്ടി. എൻ്റെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. ഇവർ വണ്ടി മാറ്റിയാലേ നമുക്ക് ഫസ്റ്റ് കൊണ്ട് ഇടാൻ പറ്റത്തുള്ളൂ. കണ്ട, വണ്ടി മാറ്റുന്നില്ല. കുറേ വണ്ടി വന്ന് എന്താ വണ്ടി കയറി പോകണ്ടേ ഇനി? നാളെ നോക്കിയിട്ട് മാറ്റിയിടുന്നത് എന്തിനാണ്? ട്രാക്കറൊക്കെ ഉണ്ടാകുന്നാലും എത്ര വണ്ടി ഇസാക്കും വന്നിട്ടുണ്ട്. ഓണടിക്കുന്നത് മാറ്റി കൊടുക്കും. ട്രെയിൻ വരട്ടെ. ട്രെയിൻ വന്ന് 1 മിനിറ്റ് കഴിയുമ്പോഴേ ട്രാക്ക് തുറക്കത്തുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റിങ്. എന്തുടെ ഇത് ട്രെയിനാണോ? ഇത് ചരക്കാണോ? ഓ, ഗുക്സ് വണ്ടി വന്നിരിക്കുന്നത്. അത് ഗുക്സ് വണ്ടി വീഡിയോയിൽ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നോട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? ഗുക്സ് വണ്ടിയാ. ഇത് നല്ല ലെങ്ത് ഉള്ള വണ്ടി കേട്ടോ. കുറച്ച് താമസിക്കും അത് പോയി തീരാൻ വേണ്ടി. പിസാക്കം വന്ന് ഷൈജുവിൻ്റെ വണ്ടി കയറുണ്ട്. മൊത്തം റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നമ്മളെല്ലാവരും. എന്തായാലും ട്രെയിൻ എന്തായാലും പോട്ടെ. പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മൾ ബീച്ച് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടി സെലിമോൻ ലോട്ടറി റിസൾട്ട് നോക്കുന്നു. ആപ്പ ഓട്ടോറിക്ഷ CNG. പിന്നെ അവിടെ മാക്സിമ അത് കച്ചവടമായി കിടക്കുകയാണ് വണ്ടി. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. എന്താണ് ആള് പറഞ്ഞോടോ? അയാൾ പറഞ്ഞു വെച്ചിരിക്കുക. വണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണോ? ഒരു സെക്കൻഡ് വരുന്നു. വണ്ടീൻ്റെ കാര്യം ചോദിക്കും. വണ്ടീൻ്റെ കാര്യം ഞാൻ ഒരാളത്ത് പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ വേറെ ആൾക്കാർ അങ്ങനെ കൊടുക്കത്തില്ല. പുള്ളിക്ക് പൈസ എപ്പോൾ കിട്ടുന്നോ അപ്പം കൊടുക്കാന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. പിന്നെ അറിയാലോ ഷൈജുവിൻ്റെ വണ്ടിയാണ് 3ാമത് കിടക്കുന്നത്. 4ാമത് ഇസാക്ക്, 5ാമത് ഇസാക്കിൻ്റെ വണ്ടിയല്ല. ഇസാക്കിൻ്റെ വണ്ടി ഇത് കണ്ട. എല്ലാം സെയിം ലുക്കൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയതുകൊണ്ടാണ് വരുന്നത്. വീണ്ടും ഓട്ടം കിട്ടിയിട്ടുണ്ട് ബീച്ചിൽ നിന്ന്. ഇതിപ്പോൾ വീണ്ടും ട്രാക്ക് അടവ്. ഇത് വേറൊരു ട്രാക്ക് അടവ്. പടിഞ്ഞാറ് സൈഡിലായതുകൊണ്ട് അത്യാവശ്യം ട്രാക്ക് അടവ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രാക്ക് തുറക്കട്ടെ. ട്രാക്ക് തുറന്നിട്ട് നേരെ അപ്പുറത്തോട്ട് പോവാം. ചില്ലറ ചില്ലറ ഓട്ടോ ഒക്കെ ഓടി ഇപ്പം കൃഷ്ണാസ് എന്ന് പറയുന്ന തുണിക്കടയിൽ വന്ന് ആളെ ഇറക്കി. ഇപ്പം ഞാൻ ദിലീപ് ആശാന്റെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് പോവാണ്. വണ്ടിക്ക് എൻജിന്റെ അവിടെ നിന്ന് ഒരു ലീക്ക് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ചെയ്ത് മാറണം എന്തായാലും. അപ്പോൾ നമുക്ക് നേരെ ദിലീപ് ആശാന്റെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ചിലപ്പോൾ വാട്ടർ സർവീസ് ചെയ്യേണ്ടി വരും. ചിലർ ലീക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ദിലീപ് ആശാന്റെ അവിടെ ചോദിക്കാം എന്താണ് സംഭവം എന്ന് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ലീക്ക് കൈയോടെ മാറ്റിയേക്കാം. അപ്പോൾ ഷോപ്പറിന് അവിടെ നിന്ന് വരുന്ന ലീക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ആശാൻ പറയുന്നത്. ബജാജ് വണ്ടി വേറെ കിടക്കുന്ന പുറയിൽ ഒരു മഹീന്ദ്രാൻ്റെ വണ്ടി കിടക്കുന്നു. ദിലീപ് ആശാൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ തിരുവമ്പാടിയിൽ നിന്ന് നേരെ കിഴക്കോട്ട് കയറി വരണം.
അപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് വീൽസിലോട്ട് പോകാം. വീൽസ് എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയാണ്. അവിടെ പോയി നമുക്ക് എന്ത് സാധനം മേടിക്കാൻ പറഞ്ഞത് എന്തുവായിരുന്നു, ഡി ബോർഡിൻ്റെ അവിടെ ചെറിയ ലീക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ള അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇനി നേരെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകാം. വർക്ക്ഷോപ്പ് സ്പെയർ പാർട്സ് കടയിലോട്ട് പോകാം. മറ്റേ സ്റ്റോപ്പറിൻ്റെ അവിടെ കുറച്ച് ക്ഷമയോടെ ഒന്ന് ചെയ്യേണ്ടതാണ്. അത് വലിയ ലീക്ക് ഇല്ലാത്തതുകൊണ്ട് ആശാൻ പറഞ്ഞ പോലെ അത് ചെയ്യേണ്ട വരത്തില്ല, കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. വർക്ക്ഷോപ്പിലോട്ട് പോകാം. നമുക്കിത് ആ ഷോർട്ട് കട്ട് കയറി പോവാം. അപ്പുറം വഴി പോയിക്കുന്ന സിഗ്നലിൽ പോയി കിടക്കേണ്ട വരും. നമുക്ക് ഷോർട്ട് കട്ട് ചെയ്ത് നേരെ നമുക്ക് വീൽസിൽ പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്പെയർ പാർട്സും കിട്ടുന്ന കടയാണ് കേട്ടോ, നമ്മുടെ ഓട്ടോന്റെ പ്രത്യേകിച്ച്. ഇനി ഇല്ലാത്ത എന്തെങ്കിലും സ്പെയർ പാർട്സ് ആണെങ്കിൽ അവർ 1-2 ദിവസം കൊണ്ട് പറ്റുന്ന അവരെങ്ങനെ എത്തിച്ചേരാൻ നോക്കും സ്പെയർ പാർട്സ്. ഇവനാണ് നമ്മുടെ മേളിൽ നിന്ന് ലീക്ക് കാണിക്കുന്നത്. ഇവനെ പിടിച്ച് കറക്റ്റായിട്ട് ഇടുമ്പോൾ ആ ലീക്ക് എന്തായാലും നിൽക്കും. നമ്മുടെ വണ്ടിക്കകത്തല്ല, കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും കുട്ടി ഡീസൽ വരുന്നതാണ്. അവിടെ കിടക്കട്ടെ. ഇനി നേരെ നമുക്ക് ഷോപ്പിലെത്തിയിട്ട് നമ്മുടെ ലീക്ക് എന്താണെന്ന് കാണിച്ചു തരാം. കറക്റ്റ് ഇത് കണ്ട നമ്മുടെ ഡീൻ്റെ അവിടെ നിന്ന് ലീക്ക് വലിയ ലീക്കായിട്ടില്ല, തുടക്കമാണ്. കൈയോടെ ചെയ്തേക്കാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റോപ്പറിൻ്റെ ഇവിടുന്ന് സ്റ്റോപ്പറിൻ്റെ ഇവിടുന്ന് ഇത് ആശാൻ പറഞ്ഞ വലിയ ലീക്കായിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മതി എന്നാണ്. ഇത് ക്ഷമയെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ചെറിയൊരു റബ്ബർ ബുഷിൻ്റെ കാര്യം ക്ഷമയെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ എല്ലാം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതെന്തായാലും നമുക്ക് ഈ ലീക്ക് എന്തായാലും കൈകൂടെ ചെയ്ത് മാറാം. ഓക്കെ, നമുക്ക് ഇവനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇത് പുറത്തുനിന്ന് തന്നെ ഇടാൻ പറ്റും, ടോപ്പ് അഴിച്ചിട്ട്. ഇപ്പോൾ വണ്ടി ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ചു നേരം വണ്ടി തണുക്കട്ടെ. അതിൽ നമുക്ക് ചായ കുടിക്കാൻ അങ്ങോട്ടെല്ലാം പോയിട്ട് വരാം. അതുവരെ വണ്ടി തണുക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. വണ്ടി തണുക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ചായയും കടിയും കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഒഴിച്ച് ഞാൻ വന്നുകൊണ്ടിരിക്കുവാണ്. വണ്ടി നമ്മുടെ അഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. നോക്കാം, കണ്ട യെസ്. ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ അയച്ചത് ഇവനാണ് ആൾ. ഇവിടെ നിന്നാണ് ലീക്ക് വരുന്നത്. ഇത് കറക്റ്റ് ഇങ്ങനെ അതെ, ഇവിടെ ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു. ആ പീസാണ് പോയത്. എന്തായാലും പുതിയത് മേടിച്ചിട്ടുണ്ട്. അത് നേരെ അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ ആ ലീക്ക് ഓക്കെ ആവും. പിന്നെ ഇവിടുത്തെ ലീക്കിൻ്റേത് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, പയ്യെ ചെയ്താൽ മതി. എന്തായാലും ഇതെന്തായാലും ചെയ്ത് കേട്ടെ. ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ നമ്മുടെ ബജാജ് വണ്ടി മാത്രമല്ല, ഇത് വേറെ ബജാജ് TVSൻ്റെ വണ്ടി കിടക്കുന്നത് ശരിയാക്കാൻ. അവിടെ ഒരു ഗുക്സ് വണ്ടി, ഗുക്സ് വണ്ടി റെഡിയാക്കുന്നു. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് തന്നെ മാറിയിട്ടുണ്ട്. സൗണ്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആയതുപോലെ. വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി മുല്ലക്കലോട്ട് പോകാം. മുല്ലക്കയിൽ എന്തെങ്കിലും ഒരു ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ അതൊരു ഓട്ടക്കാണെന്ന് തോന്നുന്നു. ഒരു താത്ത തിരിഞ്ഞ് നോക്കി പോകുന്നുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡ് പരിധിയായി, ഇനി എടുക്കുന്നില്ല. എന്തായാലും നമുക്ക് മുല്ലക്കലോട്ട് എന്തായാലും പോകാം. അത് ഓട്ടം കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. ഓക്കെ, നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ടേൺ ബുക്കിൽ ടേൺ എഴുതുന്നില്ല. അവിടെ മഴ വന്നപ്പം ടേൺ ബുക്ക് നനഞ്ഞു പോയുണ്ട്, ടേൺ എഴുതാൻ നിന്നില്ല. ഇപ്പോൾ മറ്റേ സ്റ്റോപ്പറിൻ്റെ ആശാൻ പറഞ്ഞാൽ ചെറുതായിട്ട് ലീക്ക് സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അത് ഉടനെ ഇപ്പം അഴിച്ച് കുളവാക്കണ്ട. ലീക്ക് കൂടായിരത്ത് മാത്രം അത് ചെയ്താൽ മതി. അതിപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ ലീക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവരെ ഓടുന്ന അത്രയും ഓടട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ല വേറെ ഞാൻ ഇപ്പോൾ എടുത്ത് ചോദിച്ചപ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് വല്ലതും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാകുന്ന എടുത്ത് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ലീക്ക് സ്റ്റാർട്ടിങ് അല്ലേ, അതിന് കഴുകി ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ലീക്ക് ഓവറായിട്ടാണെങ്കിൽ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. കോമൺ ആയിട്ട് എല്ലാ കുട്ടി ഡീസൽ ഓട്ടോറിക്ഷയ്ക്കും ഡീസൽ ഓട്ടോറിക്ഷ ഓടുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കോമൺ ആയിട്ട് അത് അങ്ങനെ ലീക്ക് സ്റ്റോപ്പറിൻ്റെ അവിടെ നിന്ന് ലീക്ക് ചെറുതായിട്ട് കാണിക്കും. അങ്ങനെ അപ്പം ഞാൻ ഓർത്ത് പുള്ളിയുടെ പറഞ്ഞ് പുള്ളി കുറച്ചും കൂടെ ഓടിയിട്ട് മാറിയാമെന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മറ്റേ മേളത്തെ ഡീൻ്റെ എന്തായാലും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോസ് ഒരുപാട് വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ ഞാൻ ബീച്ച് സ്റ്റാൻഡിലുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എപ്പോഴത്തും പോലെ ഓടടാ ഓട്ടം. ഇനി അടുത്ത ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണിക്കാവുന്നതാണ്. ഓക്കെ.